പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് സൈക്കോളജിയുടെ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളെക്കുറിച്ചാണ്. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഏതൊക്കെ രീതിയിലുള്ള മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളുണ്ട്? പ്രക്ഷേപണ രീതി, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ചോദ്യാവലി, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം. ഓക്കെ, ഇനി അതിനകത്ത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ആദ്യത്താണ് പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാസ്ത്ര പഠനത്തിലെ ഏറ്റവും പഴയ രീതികളിൽ ഒന്നാണ്. അപ്പം പ്രക്ഷേപണ രീതിയാണ് മനഃശാസ്ത്ര പഠന രീതിയിലെ ഏറ്റവും പഴയ രീതികളിൽ ഒന്നാണിത്. ഇതിനെ ഇൻട്രോസ്പെക്ഷൻ അഥവാ ഉള്ളിലേക്ക് നോക്കുക, ലുക്കിംഗ് ഇൻസൈഡ്. കണ്ടോ, ലുക്കിംഗ് ഇൻസൈഡ്. ആ ലുക്കിംഗ് ഇൻസൈഡ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലുക്കിംഗ് ഇൻസൈഡ്, ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നു. ഓക്കെ, ഇൻട്രാ എന്നാൽ ഇൻസൈഡ്, ഇൻസ്പെക്ഷൻ എന്നാൽ പരിശോധന എന്നീ രണ്ട് വാക്കുകൾ ചേർത്താണ് ഇൻട്രോസ്പെക്ഷൻസ് ഉണ്ടായത്. എനിവേ അതിനകത്ത് വലിയ കാര്യമില്ല, എപ്പോഴും നോക്കുക. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഇൻസൈഡ്, ഉള്ളിലേക്ക് നോക്കുക. പ്രക്ഷേപണ രീതിയിലെ പ്രധാനപ്പെട്ട സാധനമാണ് ഇത്, ഉള്ളിലേക്ക് നോക്കുക അല്ലെങ്കിൽ ലുക്കിംഗ് ഇൻസൈഡ്. പഴയ രീതിയാണിത്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വൂണ്ടാണ് ഈ വൂണ്ട്. എന്നാൽ ഇതിന് ഏറ്റവും പ്രചാരം നൽകിയ ആളാണ് ടിച്നർ. ആരാണ്? ടിച്നർ. അപ്പം പ്രധാന വക്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൂണ്ടാണ്. ഇനി ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ ആൾ എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടിച്നർ. ഓക്കെ ആണ്, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതാണ് പരീക്ഷണ രീതി. ഈ പരീക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഒറ്റ ചോദ്യമാണ് സാധാരണ രീതിയിൽ എപ്പോഴും ചോദിക്കും. ഈ പരീക്ഷണ രീതിയുടെ വക്താവ് ആരാണ്? നമുക്കറിയാം ആരാണ്? വില്യം വൂണ്ടാണ്. അദ്ദേഹം പരീക്ഷണ മനഃശാസ്ത്രത്താൽ സ്ഥാപിച്ചത് എവിടാണ്? ജർമ്മനിയിലാണ്. എന്നാണ്? ലിപ്സിഗ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇത് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കും. ശാസ്ത്രീയമായ രീതിയിലൂടെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നതും വില്യം വൂണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതിയാണ് പരീക്ഷണ രീതി. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. പൊതുവെ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കാറ്റഗറി 1നും 2നും ചോദിക്കുന്ന ചോദ്യം പരീക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട വ്യക്തി വില്യം വൂണ്ടാണ്. അതിൻ്റെ ഏത് വർഷം? 1879, ജർമ്മനിയിലെ ലിപ്സിഗ് യൂണിവേഴ്സിറ്റി. ഈ ചോദ്യങ്ങളെ സാധാരണ കണ്ടുവന്നിട്ട് ഉള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. സർവേ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലെ നിലവിലുള്ള സ്വഭാവത്തെ ക്രമത്തെ പഠിക്കാനാണ്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലെ നിലനിൽക്കുന്ന സ്വഭാവ ക്രമത്തെ പഠിക്കാനാണ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ കേറ്ററ്റ് എന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പുകാർ, കേറ്ററ്റ് പഠിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പുകാർ, ആ ഗ്രൂപ്പുകാരെ പഠിക്കാനായി അവർക്ക് സൈക്കോളജി എങ്ങനെയുണ്ട്, അതായത് അതാണ് അവരുടെ ഒരു പ്രത്യേക സ്വഭാവം. എല്ലാവർക്കും സൈക്കോളജി നല്ലതാണോ? അപ്പം ഒരു ഗ്രൂപ്പിലുള്ള കേട്ടിട്ടുന്നൊരു ഗ്രൂപ്പ് ഒരു പ്രത്യേക സ്വഭാവം, അവരുടെ സൈക്കോളജി അങ്ങനെ ഒന്നിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? സർവേ രീതി. ഇപ്പം നിങ്ങൾ പല രീതിയിൽ വരുത്തില്ലേ, അതായത് വിദ്യാർത്ഥികൾക്കായിട്ട് സർവേ വരുത്തില്ലേ, കേട്ടിട്ട് പഠിക്കുന്നവർക്കായിട്ട് സർവേ വരുത്തില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് എന്ത്? സർവേ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇത് നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അതിനകത്തും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ നിരീക്ഷിക്കുക. ആ നിരീക്ഷിക്കുന്നത് കൊണ്ടുള്ള രീതിയാണ് നിരീക്ഷണ രീതി. പക്ഷേ ഈ നിരീക്ഷണ രീതിക്കൊരു പ്രത്യേകതയുണ്ട്. നിരീക്ഷണ രീതിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എത്രയായി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഏതാണ് ഈ രണ്ടെണ്ണം? ഒന്ന് ഭാഗഭാഗിത്വ നിരീക്ഷണം. ഒന്നെന്താണ്? ഇച്ചിരി വലുതാക്കി തരാം. ഒന്ന് ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയും. ഒന്ന് ഭാഗഭാഗിത്വ നിരീക്ഷണം. എന്താണ് ഈ ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുമ്പം? ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരീക്ഷിക്കുക. ഇപ്പം നിങ്ങൾ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, നമ്മുടെ
ഫഹദ് ഫാസിൽ ഒരു എൻ്റെ ഇൻ്റർവ്യൂ ഗ്രൂപ്പിൽ ഇൻ്റർവ്യൂവറായിട്ട് ചെന്നിരുന്ന് അവരെ നിരീക്ഷിക്കുന്നു. അതാണേത് ഭാഗഭാഗിത്വ നിരീക്ഷണം. മനസ്സിലായി? ആ ഫഹദ് ഫാസിലിൻ്റെ തമിഴ് സിനിമയിലെ ആ എക്സാമ്പിൾ അങ്ങ് ആലോചിച്ചാൽ മതി. അപ്പം ഒരു ആൾ ഒരു ഗ്രൂപ്പിൽ ഭാഗമായിക്കൊണ്ട് ആ ഗ്രൂപ്പിനെ തന്നെ നിരീക്ഷിക്കുന്നതാണ് ഇത് ഭാഗഭാഗിത്വ നിരീക്ഷണം. അപ്പോൾ എന്താണ് പരോക്ഷ നിരീക്ഷണം? പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ മാറി ഇന്നൊരു ഗ്രൂപ്പിൽ നിൽക്കുന്നത്, അതാണ് പരോക്ഷ നിരീക്ഷണം. നമ്മളിത് എപ്പോഴും പഠിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഐറ്റം ഉണ്ട്. അപ്പം ഭാഗഭാഗിത്വ നിരീക്ഷണം ആ സിനിമ പഠിച്ചു. പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വായ്നോട്ടം ഒന്ന് പിടിച്ച് വെച്ചാൽ മതി. ഇപ്പം പരോക്ഷ നിരീക്ഷണം എന്താ? വായ്നോട്ടം. നമ്മൾ ഇവിടെ നിന്നിട്ട് വേറെ ആളുടെ കാര്യം നോക്കും. പരോക്ഷ നിരീക്ഷണം വായ്നോട്ടം. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അഭിമുഖം ആണ്. 2 അതിലധികമോ ആൾക്കാർ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകി നടത്തുന്ന ഒരു വിവര ശേഖരണ രീതിയാണ് ഇത് അഭിമുഖം. ചാനൽ ചർച്ച ഒരു തരത്തിലുള്ള അഭിമുഖമാണ്. ഇപ്പോൾ നമ്മൾ TV-ക്കകത്തൊക്കെ കാണിക്കുന്ന അഭിമുഖമാണ്. ഇതെല്ലാം അഭിമുഖങ്ങളാണ്. ഈ അഭിമുഖത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. അഭിമുഖത്തെ എത്രയായിട്ട് തിരിക്കാം? അഭിമുഖത്തെ 2ആയിട്ട് തിരിക്കാം. അഭിമുഖത്തെ 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? 2 എണ്ണം 2ആണ്. 2ആയിട്ട് തിരിക്കുക. ഏതൊക്കെയാണ് 2 എണ്ണം? ഒന്നാമത്തത് സുസംഘടിതം. ഒന്നാമത്തെ എന്താണ്? സുസംഘടിതം. സുസംഘടിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്, നമ്മൾ കൃത്യമായി സ്ട്രക്ചറായി സംഘടിപ്പിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ കാണുന്നു. അതിനകത്തുള്ള ചോദ്യങ്ങൾ, സാധനങ്ങൾ എല്ലാം എന്തോ ചെയ്യും? നേരത്തെ പ്രിപ്പയർ ആയിരിക്കത്തില്ലേ? കൃത്യമായി നേരത്തെ പ്രിപ്പയർ ആയിരിക്കും. കൃത്യമായി ഇങ്ങനെ ചെയ്യണം എന്നായിരിക്കും. കൃത്യമായി ഇങ്ങനെ ഒരു ടൈം ലൈൻ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു ചാനൽ ചർച്ചയിൽ ഇത് അവർക്ക് നേരത്തെ ഇങ്ങനെ ചെയ്യണം എന്ന് കാണും. പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിൽ വരുന്ന ഡയലോഗുകൾ, അപ്പോൾ അതിനെന്താണ്? ഉപചോദ്യങ്ങൾ വരും. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടാകും. അപ്പോൾ അതിന് മറ്റേ കൗണ്ടർ ചോദ്യം ചോദിക്കും. അതൊക്കെ എന്താണ്? സുസംഘടിതമല്ലാത്തത്. ഒന്നും കൂടി, സുസംഘടിതമായത്, അതായത് കൃത്യമായി സംഘടിപ്പിക്കുന്നത്. സുസംഘടിതമല്ലാത്തത്, കൃത്യമായി സംഘടിപ്പിക്കാത്തത്. ഓക്കെ, അതൊരു വിവരശേഖരണ രീതിയാണ്. 2 അതിലധികമോ ആൾക്കാരിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന ഒരു രീതിയാണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചോദ്യോത്തരം. അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ചോദ്യോത്തരം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അടുത്തതാണ് ക്ലിനിക്കൽ മെത്തേഡ്. ഇത്രയും നേരം പറഞ്ഞ പോലല്ല, ക്ലിനിക്കൽ മെത്തേഡിനകത്ത് ഈ ഡയലോഗ് ഇതേപോലെ വരും. ഇത്രയും നേരം പറഞ്ഞത് നമ്മൾക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ടോ? ഈ ഡയലോഗ് കണ്ടോ? അതായത് മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. നോർമൽ വ്യക്തികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു. ഒന്നും കൂടി, മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. അടുത്ത എന്താണ്? നോർമൽ വ്യക്തികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഏതാണ്? ക്ലിനിക്കൽ മെത്തേഡ്. ഇനി ക്ലിനിക്കൽ മെത്തേഡ്, നമ്മൾ ക്ലിനിക്കിൽ പോകുന്നത് എന്തിനാണ്? അതിൻ്റെ ആളുടെ പേരുണ്ട്, അതാണ് ലെറ്റ്നർ വിമർ. ഞാൻ ഈ വിമറിനെ വിം എന്നങ്ങ് പറയുന്നു. വിം പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വിം. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ പോകുന്നത് എന്തിനാ? ക്ലിനിക്കിൽ പോകുന്നത് വിമ്മ് തിന്നാൽ നമ്മളിങ്ങനെ ഇരിക്കുമോ? ഇല്ല, ക്ലിനിക്കിൽ പോവും. ക്ലിനിക്കിൽ പോയി ചികിത്സ കിട്ടും. അപ്പം വിമ്മ് തിന്നാൽ നമ്മൾ എവിടെ പോവും? ക്ലിനിക്കിൽ പോവും. അപ്പം ലെറ്റ്നർ വിമർ, ചില ഇടങ്ങളിൽ ലൈറ്റ്നർ വിമർ എന്ന് കൊടുത്തിട്ടുണ്ട്. എനിവേ, ലെറ്റ്നർ വിമർ അല്ലെങ്കിൽ ലൈറ്റ്നർ വിമർ ആരാണ്? ക്ലിനിക്കൽ മെത്തേഡ്. അപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് ലെറ്റ്നർ വിമർ ക്ലിനിക്കൽ മെത്തേഡ്. എന്താണിത്? മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നോർമൽ വ്യക്തിയുടെ പരിഹരണത്തിന് ഉപയോഗിക്കുന്നു, പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു. ഏതാണ്? ക്ലിനിക്കൽ മെത്തേഡ്. ഓക്കെ, അടുത്തത് നോക്കാം. സാമൂഹിക ബന്ധ പരിശോധന. ഓക്കെ, ജയൽ മൊറിഞ്ഞോ എന്നാണ് കേട്ടോ. മൊറീഞ്ഞോ എന്നാണ്. ജയൽ മൊറീഞ്ഞോ, അല്ല മോയാണ് കേട്ടോ. ജയൽ മൊറീഞ്ഞോ. മൊറീഞ്ഞോ. ഓക്കെ, സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേരങ്ങ് പഠിക്കാം. എന്താണ് ആ പേര്? നമ്മൾ പറഞ്ഞു. ഏതാണ്? ജയൽ മൊറീഞ്ഞോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജയൽ മൊറീഞ്ഞോ. ഇനി ഈ ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ
സ്വാധീനം അറിയാനായി. വീണ്ടും പറയുന്നു, ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ സ്വാധീനം. അപ്പം അംഗീകാരവും അറിയാനും അല്ലെങ്കിൽ അംഗീകാരമില്ലായ്മ അറിയാനും ഇങ്ങനത്തുള്ള വാക്കുകളൊക്കെ വരാം. ഈ സ്വാധീനം എന്ന വാക്കിന് പകരം ഇതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ വരാമേ. ഓർത്തേക്കണം, ഞാൻ വീണ്ടും അത് പറയുന്നു, സ്വാധീനം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിന് സമൂഹത്തിലെ ഒരാളുടെ ബന്ധങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബന്ധങ്ങൾ എത്രത്തോളമുണ്ട് എത്രത്തോളമില്ല എന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് ഈ വാക്കുകൾ മാറി മാറി വരും. ആ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ഒരു രീതിയാണ് സാമൂഹ്യ ബന്ധ പരിശോധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യോമെട്രിക്. ഇതിനകത്ത് ഇതെങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് ഒരാളുടെ പേരുണ്ടല്ലോ, ജോയൽ മൊറീഞ്ഞോ എന്ന് പറഞ്ഞു. ഇനി ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ നിങ്ങൾ എന്തോ പറയും? നോ. അവൻ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തോ പറയും? നോ, ഇരിക്കരുത്, നോ. അപ്പം സാമൂഹിക ബന്ധത്തിലെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് അയാൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തോ പറയും? നോ. എന്തോ പറയും? നോ. അതായത് മൊറീഞ്ഞോ. വീണ്ടും പറയുന്നു, മൊറീഞ്ഞോ. അല്ലെങ്കിൽ ഏതാണ് സാമൂഹ്യ ബന്ധ പരിശോധന? മൊറീഞ്ഞോ. എന്താണ്? ഇഷ്ടമാണോ? അല്ല, നോ. ഓക്കെ. ഇതിന് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിൻ്റെ പേരാണ് മക്കളെ സോഷ്യോഗ്രാം. അപ്പോൾ ഉപയോഗിക്കുന്ന ചാർട്ടിൻ്റെ പേരാണ് സോഷ്യോഗ്രാം. ഉപയോഗിക്കുന്ന ചാർട്ടിൻ്റെ പേരാണ് സോഷ്യോഗ്രാം. ഓക്കെ. ഇനി ഈ സോഷ്യോഗ്രാം പ്രകാരം ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ. ഇതിനെ ഉതകുന്ന കുറേ ചിത്രങ്ങളുണ്ട്, നമുക്കറിയാം. ആ ചിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ്ടേ ഈ 9 എന്ന് കുറിക്കുന്നതാണ്ട് ഈ ചിത്രം ഏതാണ്? 9 എന്ന് കുറിക്കുന്നതാണ്ട് ഈ ചിത്രം എന്താണ്? അയാളെ എന്തോ പറയും? സോഷ്യോഗ്രാം പ്രകാരം അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധ പരിശോധന പ്രകാരം അയാൾ ഏതാണ്? ഏകാകി. ഓക്കെ. അയാളെന്താണ്? ഏകാകി. ഓക്കെ. ഇനി അടുത്തത് ആണ് ഇതാണ്ടേ ഇവിടെ കുറിക്കുന്നതാണ്ടോ ഈ 2, 7, 6 ഇതാണ്ട് ഈ ടീംസ്. യുവന്മാരെ ഏത് പേര് അറിയപ്പെടുന്നു? യുവന്മാരാണ് ക്ലിക്കുകൾ. അതായത് ക്ലിക്കുകളുടെ ഡെഫിനിഷൻ, ഏകാകിയുടെ ഡെഫിനിഷൻ എന്താ? കൃത്യമായി സാമൂഹ്യ ബന്ധം ആരും നിർദ്ദേശിക്കാത്ത വ്യക്തി, അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധ പരിശോധനയിൽ ആരുടെയും പേര് നിർദ്ദേശിക്കാത്ത വ്യക്തി, അല്ലെങ്കിൽ ആരാലും പേര് നിർദ്ദേശിക്കാത്ത വ്യക്തിയാണ് ഏകാകി. എന്നാൽ ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3-4 പേരടങ്ങുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ 4 പേരായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഒരു സിനിമയുണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്തും കൂടി ഉള്ള, അപ്പം ആ 3 പേര്, ആ സിനിമയിലെ ആ 3 പേര്. അപ്പം അതായത് 3 പേര്. അപ്പം പൃഥ്വിരാജ് ഇന്ദ്രജിത്തിൻ്റെ പേര് പറയും, ഇന്ദ്രജിത്ത് പറയും ജയസൂര്യയുടെ പേരും, ജയസൂര്യ പൃഥ്വിരാജിൻ്റെ പേരും. അതായത് ഈ 3 പേര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ആ 3-4 പേര് ഇങ്ങനെ കറങ്ങുന്ന അത്തരത്തിലുള്ള ഗ്യാങ്ങുകളെയാണ് എന്തോ പറയുന്നത്? ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിനിമാ പേര് പറയാം. കന്നാസും കടലാസും. കന്നാസ് ആരുടെ പേര് പറയും? കടലാസിൻ്റെ പേര് പറയും. കടലാസ് ആരുടെ പേര് പറയും? കന്നാസിൻ്റെ പേര് പറയും. അപ്പോൾ കന്നാസും കടലാസും ദ്വന്ദ്ങ്ങൾ. ഓക്കെ. ഇനി അടുത്തത് സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തമിഴ് സിനിമ കാണുക. തമിഴ് സിനിമ നോർമൽ സാധാരണ രീതിയിൽ ഇപ്പം പോക്കിരി കാണുക. അപ്പോൾ എന്താണ്? ഒരു 4-5 പേരടങ്ങുന്ന കൂട്ടം. ആ കൂട്ടത്തിൽ എപ്പോഴും ഹെഡ് ആരായിരിക്കും? ഹെഡ് നായകനായിരിക്കും, വിജയ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ സൂര്യയാണെങ്കിൽ സൂര്യ മാത്രമായിരിക്കും. അപ്പം പോക്കിരി ആണെങ്കിൽ വിജയ് മാത്രമാണ് ഹെഡ്. ബാക്കിയുള്ളവരെല്ലാവരും ഒന്നുമില്ല. അവർ എന്തു പറഞ്ഞാലും എന്തു ചെയ്യും? അയാളെ കൊണ്ടേ പറ്റൂ. അപ്പം എല്ലാവരും നിർദ്ദേശിക്കുന്ന പേരെന്താണ്? അയാൾ വിജയുടെ പേര്. അതേപോലെയുള്ളൂ. ഇതാണ്ട് ഈ ഗ്രൂപ്പിനെ കണ്ടോ? അതാണ്ട് ഈ 3, 5, 7, അതായത് 10 പറഞ്ഞാൽ 10 5ൻ്റെ പേര് പറയും, 3 5ൻ്റെ പേര് പറയും, 8 5ൻ്റെ പേര്. ഇത്തരത്തിലുള്ള ടീംസിനെയാണ് ഗ്യാങ്ങുകൾ എന്ന് പറയപ്പെടുന്നത്. ഈ ഗ്യാങ്ങിൽ എല്ലാവരും നിർദ്ദേശിക്കുന്ന ഈ 5നെയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. എന്താണ്? സ്റ്റാർ. ഈ 5ൻ്റെ പേരെന്താണ്? സ്റ്റാർ. ഈ 5ആണ് സ്റ്റാർ എന്ന് പറയും. ഓക്കെ. അതൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു.
ഓക്കെ, ഇനി അടുത്തതിനകത്തേക്ക് പോവാം. അടുത്തതാണ് പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതി ഈ ഡയലോഗ് അതേപോലെ അങ്ങ് പഠിച്ചു വെച്ചോ. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പ്രക്ഷേപണ രീതി. ഈ ഡയലോഗ് ഇതേപോലെ ചോദിക്കൂ. പക്ഷേ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞ് ചോദിക്കും. ഇതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഞാൻ എൻ്റെ സൈഡിൽ, വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ആ പൂർണ്ണ രൂപങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കണേ. പൂർണ്ണ രൂപങ്ങൾ നോക്കിയേക്കണം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നോക്കിയേക്കണം. അപ്പം പ്രക്ഷേപണ രീതി എന്ന് പറയുമ്പോൾ എന്താണ്? അബോധ മനസ്സിൽ അടിച്ചമർത്ത ചെയ്യപ്പെട്ട വികാരങ്ങൾ. അതിനകത്ത് ഉള്ള ഉദാഹരണങ്ങളും നമ്മൾ നോക്കണം. ഓക്കെ, അടുത്തതാണ് 2 തരത്തിലുള്ള രേഖകളുണ്ട്. അതിലൊന്നാണ് സഞ്ചിത രേഖ. ഒന്നാണ് ഇത് സഞ്ചിത രേഖ. സഞ്ചിത രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നതാണ് സഞ്ചിത രേഖ. ഒരു കുട്ടിയുടെ എന്താണ്? മുഴുവൻ കാര്യങ്ങൾ പറയുന്നതാണ് സഞ്ചിത രേഖ. അതിനായിട്ട് ഞാനൊരു കോഡായിട്ട് പറയുന്നു. അതായത് സഞ്ചിയിൽ എല്ലാ വിവരങ്ങളും അടങ്ങും. അപ്പം നമ്മളെന്താണ്? സഞ്ചിയിലാണ് പോകുന്നത്. സഞ്ചിയിലെല്ലാം ഉണ്ട്. ക്യുമുലേറ്റീവ് മെത്തേഡ് എന്ന് പറയും. അപ്പം സഞ്ചിയിലാണ് പോകുന്നത്. സഞ്ചിയിൽ എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട്? സഞ്ചിയിലുണ്ട്. അതായത് കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതൽ തുടർച്ചയായുള്ള സൂക്ഷ്മവുമായുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് ഏത്? സഞ്ചിത രേഖ. കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതൽ തുടർച്ചയായും സൂക്ഷ്മമായ വിവരങ്ങളെല്ലാം അടങ്ങുന്നതാണ്. ആവേശമാണെന്നല്ല, അടങ്ങുന്നതാണ് ഏത്? സഞ്ചിത രേഖ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താണ് ഉപാഖ്യാന രേഖ? ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവിചാരിതമായ പ്രതികരണങ്ങൾ. കുട്ടികളുടെ അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ. ഒരു പ്രത്യേക സമയത്ത് കുട്ടി എന്തോ ചെയ്യുന്നു? ചൂടായി പ്രവർത്തിക്കുന്നു. അതായത് സാധാരണ രീതിയിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടി നിങ്ങളൊരു ഡയലോഗ് ഓർമ്മ പെട്ടെന്ന് അവൻ ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് ഒരുത്തിനെ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിൽ കുട്ടികളുടെ അവിചാരിതമായിട്ടുള്ള പരിപാടികൾ രേഖപ്പെടുത്തുന്ന ഏതാണ്? ഉപാഖ്യാന രേഖ. ഓക്കെ, ഈ ഉപാഖ്യാന രേഖ വ്യക്തിയുടെ സവിശേഷതയിലേക്ക് വെളിച്ചം വീശുന്നു. സഞ്ചിത രേഖ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ ഉപയോഗിക്കുമ്പോൾ ഉപാഖ്യാന രേഖ എന്തിനാണ്? വ്യക്തിയുടെ സവിശേഷതകൾ അറിയാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് ലിസ്റ്റുകൾ. 2 രീതിയിലുള്ള ലിസ്റ്റുകളുണ്ട്. നമുക്കറിയാം. ഒന്നാമത്തെ കാര്യമാണ് ഇത് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സവിശേഷത ലളിതമായി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതായത് യെസ് ഓർ നോ. എസ് എന്നോ നോ എന്നോ കോളം മാത്രമേ കാണൂ. ഓക്കെ, ഇന്നലെ സ്കൂളിൽ പോയോ? യെസ്. ഇന്നലെ കളിച്ചോ? യെസ്. ഇന്നലെ ചോറ് ഉണ്ടോ? നോ. അത്രയേ ഉള്ളൂ. ഉപാഖ്യാന സഞ്ചിത ചെക്ക് ലിസ്റ്റ്. അത്രയേ ഉള്ളൂ ചെക്ക് ലിസ്റ്റ്. എന്നാൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവഹാരത്തിൻ്റെ പ്രത്യേകത എത്ര അളവിലും തീവ്രതയിലുമുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നത്. അതായത് പഠിപ്പിച്ചത് മനസ്സിലായോ? മികച്ച രീതിയിൽ മനസ്സിലായി, ശരാശരി, മോശം, വളരെ മോശം, ഒരു 5 സ്കെയിലായിട്ട് തിരിച്ചിരിക്കുന്നു. കണ്ടോ? അതായത് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? എങ്ങനെയാണ്, എത്ര അളവിലുണ്ട്, എത്ര തീവ്രതയിലുണ്ട് ആ ടീച്ചറുടെ ക്ലാസ് എന്ന് ഒരു കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഒരു വ്യവഹാരത്തിൻ്റെ പ്രത്യേകത അളവിലും തീവ്രതയിലും, എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഏതാ? റേറ്റിംഗ് സ്കെയില്. എന്നാൽ അത് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന ഏതാ? ചെക്ക് ലിസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തയാണ് ചോദ്യാവലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഏതാണ് അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട സാധനമാണെന്ന്. അതായത് ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ചോദ്യാവലി. 2 രീതിയിലുണ്ട്. ഒന്ന് ഓപ്പൺ എൻഡഡും മറ്റൊന്ന് ക്ലോസ്ഡ് എൻഡഡും. ഈ ചോദ്യാവലിയുടെ ഈ ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും നമുക്ക് സൈക്കോളജിയിൽ പഠിക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് മാത്സിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്.
അതായത് ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ക്ലോസ്ഡ് എൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്നൊരു ചോദ്യം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് എൻഡ് ആണ്. ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം അല്ലെങ്കിൽ ഒരു ഓപ്ഷനിൽ നിന്ന് ഒരു ഉത്തരം തിരഞ്ഞെടുക്കുക, അതെന്താണ്? ക്ലോസ്ഡ് എൻഡ് ആണ്. ഒരു ഉത്തരവേ പാടുള്ളേ. എന്നാൽ ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ വരാം. വളരെ ലളിതമായിട്ട് ചോദിച്ചാൽ 5 + 5 എത്ര? 5 + 5 എത്ര? 5 + 5 എന്ന് പറഞ്ഞാൽ 10 എവിടെ ചെന്നാലും എങ്ങനെ എഴുതാലും 10. എന്നാൽ അതാണ് ഏത്? ക്ലോസ്ഡ് എൻഡ്. എന്നാൽ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 10 കിട്ടും? ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 10 കിട്ടും? അതിനൊരു ഉത്തരമാണോ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ 5 + 5 ഉണ്ട്. ഇനി 1 + 9 ഇല്ലേ? ഉണ്ട്. 2 + 8 ഇല്ലേ? ഉണ്ട്. 3 + 7 ഇല്ലേ? ഉണ്ട്. 4 + 6 ഇല്ലേ? ഉണ്ട്. 5 + 5 ഇല്ലേ? ഉണ്ട്. അപ്പം ഇത്രയും വരും. അതായത് ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ വരാം. ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ വരൂ. ഇത് മാത്സ് പരമായിട്ടാണ് കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത് സൈക്കോളജിക്കകത്ത് വരുത്തില്ലെന്നല്ല, കൂടുതൽ മാത്സിനകത്ത് പെഡഗോജിക്കകത്ത് എടുത്തിട്ടാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, അടുത്തത് ചോദ്യാവലി കഴിഞ്ഞു. അടുത്തതാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയും ക്രിയാഗവേഷണവും. അടുത്ത എന്താണ് കേസ് സ്റ്റഡി? കേസ് സ്റ്റഡിക്ക് പ്രധാനമായിട്ടും ഈ വലിച്ചു വാരി ഒരു കാര്യവും പറയുന്നില്ല. ഒരു കുട്ടി, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഒരു പ്രശ്നം അനുഭവപ്പെടുന്നു, അവനെ പഠിക്കാനാണ് കേസ് സ്റ്റഡി. അതായത് രാമു എന്ന കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ സ്ഥിരമായി ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നു, അവനെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കേസ് സ്റ്റഡി. വീണ്ടും പറയുന്നു, ഒരു കുട്ടിയുടെ കാര്യമാണ് കേസ് സ്റ്റഡിക്ക് പറയുന്നത്. ഒരു കുട്ടിയുടെ കാര്യം. എന്നാൽ ക്രിയാ ഗവേഷണം എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയൊന്നും അല്ല കേട്ടോ, ക്രിയയാണേ. ക്രിയാ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ നേരിടുന്ന ഒരു പൊതുവായ പ്രശ്നത്തെ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്രിയാഗവേഷണം. ഒരു ക്ലാസ്സിൽ ടീച്ചർ നേരിടുന്ന ഒരു പൊതുവായ പ്രശ്നത്തെ, അവിടെ ഒരു കുട്ടിയുടെ പ്രശ്നമല്ല, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടികൾക്കുള്ള പ്രശ്നം, ഒരു ഗ്രൂപ്പിനുള്ള പ്രശ്നം, ആ ഗ്രൂപ്പിൻ്റെ പ്രശ്നം കാരണം ടീച്ചർ ഇപ്പം പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പ് കുട്ടികൾക്ക് കൂട്ടാൻ അറിയില്ല, ഒരു ഗ്രൂപ്പ് കുട്ടികൾക്ക് കുറയ്ക്കാൻ അറിയില്ല. ഇതാണ് ഏത്? ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിന് ഒരു മാമനുണ്ട്. ആ മാമൻ്റെ പേരാണ് സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറിയാണ് ഇത്? ക്രിയാഗവേഷണത്തിൻ്റെ ആൾ. അപ്പോൾ ക്രിയാഗവേഷണത്തിൻ്റെ ആളാരാണ്? സ്റ്റീഫൻ എം കോറി. ക്രിയാഗവേഷണത്തിന് ഒരാളുണ്ട്. ആരാണ്? സ്റ്റീഫൻ എം കോറി. എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരാളാണോ? അല്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർ നേരിടുന്ന, ടീച്ചർ നേരിടുന്ന പ്രശ്നം. ഓക്കെ, പക്ഷെ മറ്റെടുത്തോ ഒരു കുട്ടി നേരിടുന്ന പ്രശ്നം. ആര്? ഒരു കുട്ടി നേരിടുന്ന പ്രശ്നം. ഓക്കെ ആണോ? ഓക്കെ.